ഈ ഓണത്തിന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. നല്ല കിടു ടേസ്റ്റാണ്. പഴംപുളിശ്ശേരിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നല്ല പഴുത്ത 2 നേന്ത്രപ്പഴം എടുക്കുക. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസുകളാക്കി കട്ട് ചെയ്തെടുക്കണേ. ഇനി ഇത് വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. എരിവിന് ആവശ്യമുള്ള പച്ചമുളകും മുളക് പൊടിയും മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാവേ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഇതൊന്ന് വേവിച്ചെടുക്കണേ. ഇത് നന്നായിട്ട് വെന്തുടയുന്ന പോലെ വെന്ത് കിട്ടണേ. അപ്പോൾ ചെറു തീയിലിട്ട് മൂടി വെച്ച് വേവിക്കാവേ. ഇനി അരപ്പിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങയും ജീരകവും അതിലേക്ക് കുറച്ച് തൈരും കൂടി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് അരച്ചെടുക്കാവേ. ആ സമയത്ത് നമ്മുടെ പഴം നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഉടച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ചെറിയ തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്താൽ മതിയേ. ഇനി അതിലേക്ക് നമ്മുടെ അരപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. അത് ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോഴത്തേക്ക് അതിലേക്ക് കടുക് പൊട്ടിച്ചൂടെ ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി യോജിക്കുമ്പോഴത്തേക്ക് നമ്മുടെ പഴംപുളിശ്ശേരി റെഡി ആയിട്ടുണ്ടാവും. സൂപ്പർ ടേസ്റ്റാണ്. റെഡിയാക്കി നോക്കണേ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ല.